പിന്നെ അതങ്ങനെ തന്നെയാ ചെയ്യാ. അവളത് കട്ട് ചെയ്യാൻ പറയാണ്, പക്ഷെ ഞാൻ കട്ട് ചെയ്തില്ല കേട്ടോ. കട്ട് ചെയ്യാതെ നമുക്ക് ഇടാവേ. ഹായ് ചങ്ങാരീസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നും എൻ്റെ കൂടെ ഏമിയാണുള്ളത്. ചിലർ ലൈവിൽ വന്നപ്പം ചോദിച്ചിരുന്നു അപ്പുടുവിനെ, അതായത് ഏതത്തിനെയും കൂടെ കൂട്ടിയിട്ട് ചലഞ്ച് വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. ഏതത്തിനെയും കൂടെ കൂട്ടിയിട്ട് ചലഞ്ച് വീഡിയോസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ഇല്ല. കാരണം അവനെ ഒരു 4 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പം ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ചലഞ്ചസിൽ അവനെ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും അവനും കൂടെ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ട് ചലഞ്ച് വീഡിയോസും എല്ലാം ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഏമയായിട്ട് ജോയിൻ ചെയ്യാം അല്ലേ ഏമി? യെസ്. ഏമി റെഡിയാണോ? യെസ്. അപ്പോൾ നമ്മുടെ ചലഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ആമിയോട് ചോദിക്കും. അപ്പോൾ ആമി എങ്ങനെ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചലഞ്ച്. ഓക്കെ. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അമ്മ ഇതിലേതാണ് കൂടുതൽ യൂസ് ചെയ്യുക? വാട്സപ്പ് ആണോ ഇൻസ്റ്റാഗ്രാം ആണോ? ഇൻസ്റ്റാഗ്രാം. ഓക്കെ, പക്ഷെ അത് റോങ് ആൻസറാണ്. ഞാൻ വാട്സപ്പാണ് കൂടുതൽ യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കാനാണോ ഫാമിലിയുടെ കൂടെ ഇരിക്കാനാണോ അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം? ഫാമിലി. കറക്റ്റ് ആൻസർ. പിന്നെ ബിരിയാണി ഓർ ഫ്രൈഡ് റൈസ്, അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ? ബിരിയാണി ആണോ ഫ്രൈഡ് റൈസ് ആണോ? ബിരിയാണി കറക്റ്റ്. പിന്നെ അമ്മയ്ക്ക് ബീച്ചാണോ മൗണ്ടെയിൻ ആണോ? അതായത് ബീച്ച് അറിയാലോ, മൗണ്ടെയിൻ എന്ന് പറഞ്ഞാൽ ഈ കുന്ന് മല അങ്ങനത്തെ, നമ്മൾ മൂന്നാറൊക്കെ പോലെ അങ്ങനത്തെ ടൈപ്പ്. അപ്പോൾ അതിലേതാ അമ്മയ്ക്ക്, ബീച്ചാണോ മൗണ്ടെയിൻ ആണോ ഇഷ്ടം? ബീച്ച്. തെറ്റാണ്, എനിക്ക് മൗണ്ടെയിൻ ആണ് കേട്ടോ ഇഷ്ടം. പിന്നെ അമ്മയ്ക്ക് സ്വീറ്റ് ആയിട്ടുള്ള, അതായത് മധുരമുള്ളതാണോ സ്പൈസി ആയിട്ടുള്ളതാണോ ഇഷ്ടം? സ്വീറ്റ്സ്. തെറ്റാണ്, എനിക്ക് സ്പൈസി ആയിട്ടുള്ളതാണ് കേട്ടോ ഇഷ്ടം. എനിക്ക് സ്വീറ്റ്സ് ഞാൻ അധികം കഴിക്കില്ല. അമ്മ സ്വീറ്റ്സ് അധികം കഴിക്കില്ലല്ലോ, കുറച്ച് സ്പൈസി എരിവുള്ളതല്ലേ കഴിക്കുക. പിന്നെ യൂട്യൂബ് ആണോ റീൽസ് ആണോ അമ്മയ്ക്ക് കൂടുതൽ കാണാൻ ഏതാ ഇഷ്ടം? റീൽസ് കറക്റ്റാണ് കേട്ടോ. പിന്നെ ആഫ്റ്റർ മാരേജ് ആണോ ബിഫോർ മാരേജ്, ഏത് ടൈം അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക? നിനക്കറിയില്ല, പക്ഷെ എന്നിരുന്നാലും കല്യാണത്തിന് മുമ്പുള്ള ഒരു ടൈമാണോ അതോ കല്യാണം കഴിഞ്ഞിട്ടുള്ള സമയമാണോ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം? കല്യാണത്തിന് മുമ്പ്. തെറ്റാണ്, എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടുള്ള ടൈമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ അതങ്ങനെ തന്നെയാ ചെയ്യുക. അവളത് കട്ട് ചെയ്യാൻ പറയാണ്, പക്ഷെ ഞാൻ കട്ട് ചെയ്തില്ല കേട്ടോ. കട്ട് ചെയ്യാതെ നമുക്ക് ഇടാവേ. പിന്നെ അമ്മയ്ക്ക് മോഡേൺ ഡ്രസ്സാണോ അതോ ട്രഡീഷണൽ ഡ്രസ്സാണോ ഇടാൻ ഇഷ്ടം? മോഡേൺ ഇൻ ദ സെൻസ് ജീൻസും ടോപ്പും അങ്ങനെ ഇടാനാണോ അതോ സാരി? ജീൻസും ടോപ്പും. മോഡേൺ ഡ്രസ്സ് ഇടാനാണ് ഇഷ്ടമെങ്കിൽ ജീൻസും ടോപ്പും വരെ അങ്ങനെ ഇഷ്ടമുള്ളൂ കേട്ടോ. സാരി രണ്ടും എനിക്ക് ഓക്കെയാണ്. പിന്നെ അമ്മേനെ ഡോഡു എന്ന് വിളിക്കുന്നതാണോ കുട്ടൂസ് എന്ന് വിളിക്കുന്നതാണോ അമ്മയ്ക്ക് ഇഷ്ടം? ഡോഡു. തെറ്റാ, കുട്ടൂസ് എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ അമ്മയ്ക്ക് കാറാണോ ഇഷ്ടം ബുള്ളറ്റാണോ ഇഷ്ടം? കാറായിരിക്കും. കറക്റ്റ്, എനിക്ക് പണ്ട് ബുള്ളറ്റായിരുന്നു ഇഷ്ടം, പക്ഷെ എനിക്കിപ്പം കാറാണ് കേട്ടോ ഇഷ്ടം. കാരണം ബുള്ളറ്റ് ഞങ്ങൾ ഈ അടുത്തല്ല കുറച്ച് നാൾ മുമ്പ് വാങ്ങിച്ചിരുന്നു. പക്ഷേ പണ്ടത്തെ ബുള്ളറ്റിന് നല്ലൊരു ഗുഡു അതിൻ്റെ ആ സൈലൻസറിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ, പിന്നെ ഒരു വ്യത്യാസമുണ്ട്. അത് ഇനിയിപ്പോൾ ബുള്ളറ്റിൻ്റെ വ്യത്യാസമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അതുകൊണ്ട് എനിക്ക് ബുള്ളറ്റ് ഇപ്പോൾ അത്രയും വലിയ താല്പര്യമില്ല. പിന്നെ എനിക്ക് അതിൻ്റെ സീറ്റിങ്ങോ കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് കാർ. പിന്നെ അമ്മയ്ക്ക് രാവിലെയുള്ള സമയമാണോ ഇഷ്ടം അതോ രാത്രിയാണോ? ഇങ്ങനെ കിടന്നുറങ്ങണോ അങ്ങനെയാണോ ഇഷ്ടം? കിടന്നുറങ്ങണോ. എനിക്ക് നൈറ്റ് ടൈമാണ് കേട്ടോ ഇഷ്ടം. പിന്നെ വന്നിട്ട് ഇനി ഞാൻ അമ്മീനോട് എനിക്ക് കുറച്ച് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ ചോദിക്കണത്. എല്ലാം അറിയാൻ തോന്നുന്നു. ഓക്കെ. അമ്മയുടെ ഫേവറേറ്റ് ഡ്രസ് ടൈപ്പ് ഏതാ? അമ്മയ്ക്ക് ഏത് വെയർ ചെയ്യാനായിട്ട് ഇഷ്ടം? അമ്മയ്ക്ക് എന്ത് ഡ്രസ്സ് ഇടാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ജീൻസും ടോപ്പും. ഓക്കെ, കറക്റ്റാണ്. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്നത് എന്താ? അതായത് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യം വരിക? അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് ദേഷ്യപ്പെടില്ലേ? അത് എന്ത് കാര്യത്തിന് അമ്മ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുക? ഭയങ്കര ഇറിറ്റേഷൻ വരണത് എപ്പോഴാണ്? ഒന്നെങ്കിൽ അപ്പം വഴക്ക് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളതിൽ കുസൃതിയും കേട്ടുമ്പോൾ. വളരെ റൈറ്റ് ആൻസർ. പിന്നെ അമ്മയ്ക്ക് പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? അതായത് നമ്മൾ വീണ്ടും വീണ്ടും പോകുന്ന സ്ഥലം, നമ്മൾ പോയതിൽ അമ്മയ്ക്ക് പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? മൂന്നാർ ആണ് അവൾ പറഞ്ഞ ആൻസർ. പക്ഷേ എനിക്ക് ദുബായ് പോയതാണ് കേട്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മൂന്നാർക്ക് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്, പക്ഷേ ദുബായ് പോയപ്പോൾ ഇവരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് പറയാതിരുന്നത്. പിന്നെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? എന്ത് കാര്യമാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം? അമ്മയ്ക്ക് ഏറ്റവും ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം, ഇന്നൊരു കാര്യം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ, അമ്മ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം? ഫോണിൽ കുത്തിരിക്കുന്ന കാര്യമാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം. ഭയങ്കര കണ്ടുപിടുത്തം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഒരുപാട് സംസാരിക്കുക എന്നുള്ള കാര്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. അല്ലേ, അമ്മ കുറേ സംസാരിക്കില്ലേ? പിന്നെ അമ്മയുടെ ബാഗിൽ എപ്പോഴും ഉണ്ടാവുന്ന 2 ഐറ്റം,
ഫോണും പിന്നെ പ്രിയപ്പെട്ട ലിപ്സ്റ്റിക്കും. വളരെ കറക്റ്റ് ആൻസർ. എൻ്റെ ബാഗിൽ എപ്പോഴും ഫോണും ഉണ്ടാവും ലിപ്സ്റ്റിക്കും ഉണ്ടാവും കേട്ടോ. കറക്റ്റാണ്. 2 ഫോണും ഉണ്ടാവും ലിപ്സ്റ്റിക്കും ഉണ്ടാവും. ഓക്കെ. പിന്നെ അമ്മയുടെ ഫേവറേറ്റ് ഐസ്ക്രീം ഫ്ലേവർ ഏതാ? വെച്ചിട്ടാണ് പേരിടുന്നില്ല. ഡിലൈറ്റ് ആണോ ഉദ്ദേശിച്ചത്? യെസ്. സ്പാനിഷ് ഡിലൈറ്റ് അതാണോ ഉദ്ദേശിച്ചത്? ആണോ? അതാണോ ബട്ടർസ്കോച്ച് ആണോ? ബട്ടർസ്കോച്ച് ഓർ സ്പാനിഷ് ഡിലൈറ്റ്? സ്പാനിഷ് ഡിലൈറ്റ് ആണ് എൻ്റെ ഫ്ലേവർ കേട്ടോ, ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ഫ്ലേവർ. പിന്നെ അമ്മയുടെ ഫേവറേറ്റ് കളർ ഏതാ? ഡാർക്ക് ഗ്രീൻ. വെരി കറക്റ്റ്. ഡാർക്ക് ഗ്രീനും ആൻഡ് ബ്ലാക്ക് ആണ് എനിക്ക് എൻ്റെ ഫേവറേറ്റ് കളർ കേട്ടോ. പിന്നെ അമ്മ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുക എപ്പോഴാണ്? അപ്പം വരുമ്പോഴാണ്, അതായത് ചേട്ടൻ ഉള്ളപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുക. കറക്റ്റ് ആൻസർ. പിന്നെ അമ്മയ്ക്ക് എങ്ങനത്തെ ടൈപ്പ് പാട്ടുകൾ അമ്മ കൂടുതലും കേൾക്കുന്നത്? എങ്ങനത്തെ ടൈപ്പ് സോങ്സ് ആണ്? അതായത് മെലഡി സോങ്സ് ആണോ അതോ അടിച്ചുപൊളി സോങ്സ് ആണോ? എങ്ങനത്തെയാ ഏറ്റവും കൂടുതൽ അമ്മ കേൾക്ക്? മെലഡിയാണ്. അമ്മയുടെ ഇഷ്ടപ്പെട്ട ഹീറോ ആരാ? തമിഴിലാരാ? തമിഴിൽ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ആരാ? വിജയ്. മലയാളത്തിലോ? മമ്മൂട്ടി. മോഹൻലാൽ. അയ്യോ, എൻ്റെ മനസ്സിൽ വിചാരിച്ചതായിരുന്നു. എന്നിട്ടെന്താ പറയാ ഞാൻ വെറുതെ മാല അപ്പൊ അത് മായാണല്ലോ അല്ലേ? ഓക്കെ. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കി, കുറച്ചൊക്കെ തെറ്റിച്ചു. എല്ലാം ഒന്നും അറിയണമെന്നില്ലല്ലോ, കൊച്ചല്ലേ. ഒരു 8 വയസ്സേ ഉള്ളൂ മോൾക്ക്. ഞങ്ങോട്ട് നോക്ക്, ഒരു 8 വയസ്സേ ഉള്ളൂ മോൾക്ക്. അപ്പോൾ എല്ലാം ഒന്ന് ശരിയാക്കണം എന്നൊന്നും നിർബന്ധമില്ല. എന്നിരുന്നാലും കൊള്ളായിരുന്നു അല്ലേ? ചലഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. ഓക്കെ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ചലഞ്ചസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും ചലഞ്ചസോ കാര്യങ്ങളോ നിങ്ങൾക്ക് സജഷൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പറഞ്ഞേക്കുക. ഞാനും എൻ്റെ കുട്ടിപ്പട്ടാളോ ഇനി ഒരു 2 മാസത്തേക്ക് ഒരു ഫുൾ ഫ്രീ ആണ്. അപ്പോൾ ഇവർക്കൊക്കെ ഇട്ടിട്ട് നല്ല പണി കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ. See you.